ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഓൺട്രപ്രനറിൻ്റെ വളർച്ച അല്ലെങ്കിൽ അദ്ദേഹം കടന്നു വന്ന സ്റ്റേജുകൾ ഏതൊക്കെയാണെന്നാണ്. ഒരു പൊസിഷനിൽ നിന്ന് അടുത്തൊരു പൊസിഷനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഈ സ്റ്റേജുകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രാക്ടിക്കൽ ബിസിനസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 4 സ്റ്റേജിലൂടെയാണ് സാധാരണ ഒരു ഓൺട്രപ്രനർ വളർന്നു വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് 4 സ്റ്റേജിലൂടെയാണ്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റയാൾ പട്ടാളം, ഒരു സോളോ ലെവൽ. ഓക്കെ, ആ ഒരു സ്റ്റേജിന് വിളിക്കുന്ന പേരാണ് വർക്കർ കം ഓണർ. ആ ഒരു സ്റ്റേജിൻ്റെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണെന്നുള്ളത്, അല്ലേ? നമ്മളുടെ ഒരു ടെക്നിക്കൽ സ്കില്ല് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആഗ്രഹം വെച്ചിട്ട് നമ്മൾ ചെറിയ തോതിൽ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ചിലപ്പം ഒരു ചെറിയൊരു കടമുറി എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് അപ്സ്റ്റെയറിലുള്ള ഏതെങ്കിലും ഒരു കടമുറി ആയിരിക്കാം, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ്, അങ്ങനെയൊക്കെ ആയിരിക്കാം. ചിലർ വലിയ സെറ്റപ്പിൽ തുടങ്ങുന്നുണ്ട്. ഓക്കെ, എന്തും ആയിക്കോട്ടെ. ആ ബിസിനസ്സിനെയാണ് ഓണർ കം വർക്കർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്കർ കം ഓണർ എന്ന് പറയുന്നത്. ഓണറാണ്, പക്ഷേ വർക്കറാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി വരുന്നത്? രാവിലെ ഷോപ്പ് തുറക്കണം, ക്ലീൻ ചെയ്യണം, അല്ലേ? കോളുകൾ അറ്റൻഡ് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. ഇനി എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ ദിവസത്തെ ഫോളോ അപ്പിൻ്റെ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. സെയിൽസ് ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കണം. ഇതിൻ്റെ ഇടയിൽ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു ലീഡ് എത്തുകയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് അതിന് കൊട്ടേഷൻ കൊടുക്കണം, അത് സെയിൽസ് ക്ലോസ് ചെയ്തെടുക്കണം, ആ വർക്ക് ചെയ്യാൻ പോകണം, വർക്ക് ഫിനിഷ് ചെയ്യണം, അല്ലേ? ബില്ല് കൊണ്ടുപോയി കൊടുക്കണം, ക്യാഷ് കളക്ട് ചെയ്യണം, നേരെ ഓഫീസിൽ വരണം. വൈകുന്നേരം ചത്ത മാതിരിയായിട്ട് ഓഫീസ് അടച്ച് നേരെ വീട്ടിലേക്ക് പോകണം. ഓൺട്രപ്രനേഴ്സും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ളതായിരിക്കാം. ഈവൻ ആമസോണിൻ്റെ മുതലാളി വരെ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. സെക്കൻഡ് സ്റ്റേജ്, അത് മാനേജർ കം ഓണർ. മനസ്സിലായല്ലോ? നമ്മളുടെ കുറച്ചൊരു വരുമാനം കിട്ടിക്കഴിയുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു സ്റ്റാഫ്, അല്ലെങ്കിൽ 2 സ്റ്റാഫ്, അതല്ലെങ്കിൽ 3 സ്റ്റാഫ്, ഇങ്ങനെ നമ്മൾ നിയമിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ആ ഒരു ഗ്രാഫ് മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ബിസിനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ബിസിനസ് വരാൻ നമ്മൾക്ക് മാൻ പവർ കൂടുതലായിട്ട് വേണം. അങ്ങനെ മാൻ പവർ കൂടുതൽ വേണം എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മൾ പുതിയ സ്റ്റാഫുകളെ നിയമിക്കുന്നത്. മിക്കവാറും ആദ്യത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മളുടെ റിലേറ്റീവ് ആകാം, ഫ്രണ്ടായിരിക്കാം, ചിലപ്പം റിലേറ്റീവിൻ്റെ റിലേറ്റീവോ, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ ഒരു അടുത്ത പരിചയക്കാരനാവാനാണ് കൂടുതൽ സാധ്യത. ഓക്കെ, ആരാണെങ്കിലും ഇനി പറയാൻ പോകുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ പുറത്തുനിന്നുള്ള സ്റ്റാഫാണെങ്കിലും നമ്മളുടെ സുഹൃത്താണെങ്കിലും കൃത്യമായിട്ട് തുറന്ന് സംസാരിക്കാൻ പറ്റണം. എന്താണ് ജോലി, എന്ത് കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ എന്ത് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് അയാൾ ചെയ്യാനുള്ളത്, എന്ത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അയാളുടെ റെമ്യൂണറേഷൻ, ഒരു ആവറേജ് റെമ്യൂണറേഷൻ ഒരിക്കലും പറയരുത്. അയാൾക്ക് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ള റെമ്യൂണറേഷനാണ് പറയേണ്ടത്. അത് എങ്ങനെ കിട്ടും? ബേസിക് സാലറി ഇത്രയാണ്, അതിൻ്റെ TADA ഇത്രയാണ്, അതിൻ്റെ എന്താ പറയുക, ഇൻസെൻറ്റീവ് ഇത്ര ശതമാനം വരുന്നുണ്ട്. സോ ഇത്ര രൂപയുടെ ബിസിനസ് നിങ്ങൾ ക്ലോസ് ചെയ്താൽ ഇത്ര രൂപ നിങ്ങൾക്ക് വരും.
ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കണം പറയേണ്ടത്, അല്ലാണ്ട് മിനിമം സാലറി ഒരിക്കലും പറയരുത്. അപ്പോൾ ഈ കാര്യങ്ങൾ മൊത്തം ആ ഒരു ജോബ് പ്രൊഫൈൽ എന്താണ്, ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, അയാൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷം ഏതെല്ലാം സർക്കംസ്റ്റാൻസസിൽ ഏതെല്ലാം അവസരങ്ങളിൽ പിരിഞ്ഞു പോകേണ്ടി വരും, ഈ കാര്യം കൂടെ എന്ത് ചെയ്യുക, ആ ഫസ്റ്റ് സംസാരത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്താ ഫസ്റ്റ് നമ്മൾ ഈ ജോബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വന്തം മകനാണെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് അതൊരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ആക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കഴിയുന്നതും ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ആക്കി, ഒരു ജോബ് എഗ്രിമെൻ്റ് ആക്കി അത് രണ്ട് പാർട്ടികളും സൈൻ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അപ്പോയിൻ്റ് ചെയ്യുക. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും പല ബിസിനസ്സിലും ഈ തുടക്കത്തിൽ വരുന്ന ആളെ നമ്മൾ അധികമായിട്ട് ട്രസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവരർഹിക്കുന്നതിൽ കൂടുതൽ കമ്പനി കൊടുക്കും. നമ്മൾ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകും, നമ്മളുടെ കൂടെ താമസിക്കും. അങ്ങനെ നമ്മളുടെ സ്വകാര്യത പലതും ഈ പുതിയ ആൾ മനസ്സിലാക്കും. അത് പിന്നീട് നമുക്കതൊരു തലവേദനയായിട്ട് മാറും. അതുകൊണ്ട് കൃത്യമായി അകറ്റി നിർത്തേണ്ട ആ ഒരു വരയുടെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകാത്ത വിധത്തിൽ ഈ ആളുകളെ ക്രമീകരിക്കാൻ പഠിച്ചിരിക്കണം. അത് ഏത് സ്റ്റാഫാണെങ്കിലും ശരി, എത്ര ആൾ വരുന്നുണ്ടെങ്കിലും ഈ ഒരു സംസാരം, ഈ ഒരു എഗ്രിമെൻ്റ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ മടിക്കരുത്, പറയാൻ മടിക്കരുത്. അവിടുന്ന് ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളൊരു ജോബ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട, റിപ്പോർട്ടിങ്ങിൻ്റെ ശൈലി എന്താണ്, ഏത് സമയത്ത് റിപ്പോർട്ട് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം നമ്മളുടെ വർക്കിനെ കുറിച്ച് കൃത്യമായിട്ട് കൂടെ നടന്ന് കാണിക്കുന്നു. നമ്മളുടെ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് കൂടെ കൊണ്ടുപോയി നടന്ന് കാണിക്കുന്നു. പിന്നെ സ്വന്തമായിട്ട് വിടുന്നു. പിന്നെ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ വാങ്ങുന്നു, മോണിറ്റർ ചെയ്യുന്നു. അതൊരു എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ആ ഒരു ട്രാക്കിലേക്ക് വരും. ഇതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സിസ്റ്റവും ഇല്ലാണ്ട് ഒരാളെ അപ്പോയിൻ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ തലവേദനയാകും. നമ്മൾക്ക് അതൊരു വലിയ പാരയായിട്ട് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സിസ്റ്റം, ഈ പറയുന്ന ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ടാമത്തെ സ്റ്റേജ് ആണ് മാനേജർ. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓണർ. അവിടെയാണ് ശരിക്കും ഒരു ബിസിനസ്സിൻ്റെ അധിപൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ മുതലാളി എന്ന നിലയിലേക്ക് ഒരാൾ മാറുന്നത്. കാരണം ആദ്യത്തെ സ്റ്റേജിലും രണ്ടാമത്തെ സ്റ്റേജിലും, ആദ്യത്തെ സ്റ്റേജിൽ 100% ഓണർ ഹാൻഡിൽ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേജിൽ ഒരു പരിധി വരെ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. മൈക്രോ മാനേജ്മെൻറ്റുകൾ ചെയ്യരുത്. ഓക്കെ, ഒരു സ്റ്റാഫിനെ അവന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മീൻസ് ഇപ്പോൾ ഒരു 5-6 പ്രാവശ്യം ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കണക്കെടുത്തിട്ട് വരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ള മൈക്രോ മാനേജ്മെൻറ്റ്, ഒരു 4 ചായ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് പറയുന്ന ആൾക്കാരുണ്ട്. ഇത് 2 ചായ അലവൻസ് ഉള്ളൂ, 2 ചായ അഡീഷണൽ കുടിച്ചിട്ടുണ്ട്, ആ പൈസ ഞാൻ വിട്ടു എന്നൊക്കെ പറയാം. അത് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിങ്ങനെ എടുത്തെടുത്ത് പറയുന്ന ആൾക്കാരുണ്ട്. ആ ആൾക്കാർ, അങ്ങനെയുള്ള മാനേജ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ മാനേജ്മെൻറ്റ് ഒഴിവാക്കുക. നിങ്ങൾ മെല്ലെ ബിസിനസ്സിൽ അവൈലബിലിറ്റി കുറയ്ക്കുക. ആ ബിസിനസ്സിലേക്ക് വന്നു കയറി ഒരുപാട് സമയം ഓഫീസിലിരിക്കുന്ന പരിപാടി കുറയ്ക്കുക. വളരെ ലിമിറ്റഡ് ടൈം ഇരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകത്ത് നമ്മളുടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, പുതിയ സ്ട്രാറ്റജി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആവുന്ന വിധത്തിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ബാക്കിയുള്ള ഓൾറെഡി ഇപ്പോൾ ഒരു എൻക്വയറി വന്നു, ജസ്റ്റ് നിങ്ങളൊന്ന് സംസാരിച്ച് അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ എക്സിക്യൂട്ടീവിന് അത് ട്രാൻസ്ഫർ ചെയ്യുക, അവനോടത് ക്ലോസ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകാൻ പറയാം. അല്ലാതെ അവിടെ നിന്നിട്ട് നമ്മൾ സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്ത്
ഈ സ്റ്റാഫിൻ്റെ പണിയും കൂടെ നമ്മളെടുത്തു, ഒരു അക്കൗണ്ടൻ്റ് ആ പണിയും നമ്മളെടുത്തു, ഒരു ക്ലീനിങ് ബോയിനെ അപ്പോയിൻറ്റ് ചെയ്തു, ആ പണിയും നമ്മളെടുത്തു. ആ ലെവലിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ കഴിയില്ല. ആ ലെവലിൽ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജർ കം ഓണർ. അടുത്ത സ്റ്റേജാണ് ഓണർ, ശരിക്കും മുതലാളി. ഈ ഒരു സ്റ്റേജിൽ സ്വാഭാവികമായിട്ടും സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കും. എന്താണ് സിസ്റ്റം? എല്ലാം നോക്കാൻ ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കും ആ ഒരു ഫേമിന്. ആ ഡയറക്ടർ അണ്ടറിൽ ഡിവിഷൻസുകൾ വരും. സെയിൽസ് ഒരു ഡിവിഷനാണ്, മാർക്കറ്റിംഗ് ഒരു ഡിവിഷനാണ്, അക്കൗണ്ട്സ് ഒരു ഡിവിഷനാണ്, പ്ലാനിങ് ഒരു ഡിവിഷനാണ്, ലോജിസ്റ്റിക് ഒരു ഡിവിഷനാണ്, അല്ലേ, സർവീസ് ഒരു ഡിവിഷനാണ്. ഇങ്ങനെ പറയുന്ന കുറേ ഡിവിഷൻസുകൾ വരും. ഓരോ ഡിവിഷനും മാനേജ് ചെയ്യാൻ ഓരോരുത്തർ വരും. ആ മാനേജർക്ക് അസിസ്റ്റൻ്റ് ചിലപ്പോൾ വരും, സൂപ്പർവൈസർ വരും, വർക്കേഴ്സ് വരും, അല്ലേ, സ്റ്റോർ കീപ്പർ വരും. അപ്പം മെറ്റീരിയൽ ഒരു ഡിവിഷനാണ്, ലോജിസ്റ്റിക് ഒരു ഡിവിഷനാണ്, അല്ലേ. അപ്പം ഇങ്ങനെ പുതിയ പുതിയ ഡിവിഷൻസുകൾ വരും. അത് മാനേജ് ചെയ്യാൻ ഒരാൾ വരും. ഈ മാനേജ് ചെയ്യുന്ന ആളുടെ പ്രൊഫൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോബ് പ്രൊഫൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിരിക്കും. ഏത് സമയത്ത് കാരണം ഏതെല്ലാം ഡ്യൂട്ടി ചെയ്യണം, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി, ഏതിനൊക്കെ ആൻസർ ചെയ്യപ്പെടും. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, അതിൽ അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓണർ അവിടെ ആ ഓണറുടെ പ്രസൻസ് ആ കമ്പനിയിൽ ആവശ്യം വരുന്നില്ല. കാരണം അവിടെ ഓണർ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഒരു സ്ട്രിക്റ്റ് സിസ്റ്റം ഉണ്ട്, ഒരു സ്ട്രിക്റ്റ് പണിഷിങ് രീതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സിസ്റ്റം നോക്കിയിട്ടായിരിക്കും ഓരോരുത്തർ. ഇപ്പോൾ ഒരു ബാങ്കിലെ ഈച്ച് ആൻഡ് എവരി പേഴ്സൺ അറിയാം, അല്ലേ, എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ യൂസഫ് അലി സാറ് 24 മണിക്കൂറും ഓരോ ലുലുവിലും പോയിരിക്കുകയല്ലല്ലോ. അവിടെ അവർക്കറിയാം അവിടെ എന്താ ചെയ്യേണ്ടത്, അതെന്താ ചെയ്യിപ്പിക്കേണ്ടതെന്നുള്ള ആൾക്കാരുണ്ട്, മോണിറ്റർ ചെയ്യുന്നതിനുള്ള ആൾക്കാരുണ്ട്, അല്ലേ, എല്ലാം ഉണ്ട്. എല്ലാം ആ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒഴിവ് സമയങ്ങൾ കൂടുതൽ കിട്ടും. നമ്മൾക്ക് കൂടുതൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റും പല കാര്യങ്ങളും. നമ്മൾക്ക് പുതിയ ബിസിനസ്സുകൾ, ഇപ്പോൾ ഒരു സിസ്റ്റം വന്നു, അത് 100% വർക്കിംഗ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ പുതിയ ബിസിനസ്സുകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് മുതൽ വർക്കർ കം ഓണർ എന്നുള്ള സ്റ്റേജിലേക്കല്ല പിന്നെ വരുന്നത്. അവർ സ്വാഭാവികമായിട്ടും അതിനാദ്യം ഒരു സിസ്റ്റം ഉണ്ടാക്കും. ആ സിസ്റ്റത്തിലേക്ക് വേണ്ട മാൻ പവർ എന്താണെന്നുള്ളത്, മെറ്റീരിയൽ എന്താണെന്നുള്ളത്, അങ്ങനെയുള്ള ബാക്കിയെല്ലാം തീരുമാനിക്കുന്നു. ആ ഒരു സിസ്റ്റത്തോട് കൂടിയിട്ടായിരിക്കും അടുത്തൊരു ബിസിനസ് അവർ ലോഞ്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ ഏത് സ്റ്റേജിൽ ചെയ്യാൻ പറ്റും? 3ാമത്തെ സ്റ്റേജിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഡിഫിക്കൽറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2ാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് അത്ര ഈസി ആയിട്ട് 3ാമത്തെ സ്റ്റേജിലേക്ക് വരാൻ കഴിയില്ല. അതിന് സ്റ്റാഫും സമ്മതിക്കില്ല, കസ്റ്റമേഴ്സും സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ ഒരു സിസ്റ്റം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് 2ാമത്തെ സ്റ്റേജ് ബ്രേക്ക് ചെയ്ത് 3ാമത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തുടക്കം തന്നെ ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങണം. 3ാമത്തെ സ്റ്റേജിലാണ് കറക്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കറക്റ്റ് 100% വർക്കിംഗ് ആവുന്നത്. അത് കഴിഞ്ഞു 4ാമത്തെ സ്റ്റേജിലേക്ക് കയറുന്നു. 4ാമത്തെ സ്റ്റേജിലാണ് ശരിക്കും ഓൺട്രപ്രനർ എന്നുള്ള ആ ഒരു അവസ്ഥ വരുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള അവസ്ഥ. ഇവരെന്താ ചെയ്യുന്നത്? അവരുടെ സിസ്റ്റം, അവരുടെ മണി അവർക്ക് വേണ്ടിയിട്ട് 24 hours പലയിടത്തായിട്ട് വർക്ക് ചെയ്യുന്നു. ആ ഇൻകം അവർ പല കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പുതിയ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പുതിയ എന്താ പറയുക, ഇപ്പം പ്രോപ്പർട്ടികൾ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിൽ നിന്നും അവർക്ക് റിട്ടേൺ കിട്ടുന്ന വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവർ നടത്തുന്നു. അത് പുതിയ ബിസിനസ്സായിരിക്കാം, ഷെയർ മാർക്കറ്റായിരിക്കാം, പ്രോപ്പർട്ടീസ് ആയിരിക്കാം, റിയൽ എസ്റ്റേറ്റ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അവർക്ക് റിട്ടേൺ കിട്ടുന്ന വിധത്തിൽ അവരുടെ ഫണ്ട് കൃത്യമായിട്ട് ചിന്തിച്ച് ഉപയോഗിക്കാനുള്ള ആ ഒരു സിസ്റ്റം കൂടെ അവരതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്യുന്നു. അവർ ഫ്രീ ആവുന്നു. അവർ ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നു. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നു. സോ പണത്തിൻ്റെ ഡബിൾ ഉണ്ടാക്കുന്നു. ഡബിൾ ഉണ്ടാക്കിയ പണം
4 ടൈം ആവുന്നു, 4x ആവുന്നു, അത് 10x ആവുന്നു, 20x ആവുന്നു. ബട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അയാൾ വളരെ കൂളായിട്ട് ആ എല്ലാ സിസ്റ്റത്തിൽ നിന്നും പുറത്ത് കടന്ന് ആ ഒരവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്? ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. 60-62% ആൾക്കാർ ഫസ്റ്റ് സ്റ്റേജിലാണ് ഉള്ളത്. ആൾക്കാർ മീൻസ് ബിസിനസ്സുകാർ. ഓക്കെ. ഏകദേശം 20% ആളുകൾ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നുണ്ട്. അപ്പം 62%, 20, 82%. ഏകദേശം 12% ആളുകൾ മൂന്നാമത്തെ സ്റ്റേജിൽ. ബാക്കിയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു എന്താ പറയുക ശതമാനം മാത്രമാണ് ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നത്. ഓക്കെ. ആ ഒരു സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജിലേക്ക്, നാലാമത്തെ സ്റ്റേജിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഈ ഒരു സിസ്റ്റത്തെ മനസ്സിലാക്കി കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ, പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ എത്താൻ കഴിയുള്ളൂ. ഭാഗ്യം ഇവിടെ തുണയ്ക്കാൻ നിൽക്കില്ല. നമ്മളുടെ പ്ലാനിങ് ആണ് ഇവിടെ ആവശ്യം വരുന്നത്. സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 4 സ്റ്റേജിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത് ഡിസ്ക്രൈബ് ചെയ്യുക. അടുത്ത സ്റ്റേജിലേക്ക് എങ്ങനെ നമുക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നവന് സെക്കൻഡ് സ്റ്റേജിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മാർക്കറ്റിംഗ് കൂട്ടിയേ മതിയാവുള്ളൂ. അപ്പോൾ അവിടെ എക്സ്ട്രാ മാൻ പവർ വരും, മാർക്കറ്റിങ്ങിൻ്റെ പുതിയ സ്ട്രാറ്റജികൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ മാർക്കറ്റിംഗ് കൂട്ടുകയും അതുവഴി സെയിൽസ് കൂട്ടുകയും അതുവഴി പ്രോഫിറ്റ് കൂട്ടുകയും, ടേൺ ഓവറല്ല പ്രോഫിറ്റ് കൂട്ടുകയും ചെയ്യുള്ളൂ. ആ സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒന്നിൽ കൂടുതൽ ആളിലേക്ക് വരും. പക്ഷേ ആ സ്റ്റേജിൽ നമ്മളുടെ കാല് ഇടറാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങണം. സെക്കൻഡ് സ്റ്റേജിൽ നിൽക്കുന്നവർ തേർഡിലേക്ക് എത്താൻ വളരെയായിട്ട് കഠിനാധ്വാനം ചെയ്യണം. കാരണം അവർക്കൊരു 150 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ 150 ആൾക്കാരിലേക്ക് ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പരാജയപ്പെട്ടു. അതേസമയം തുടക്കം മുതലേ ഈ ഒരു സിസ്റ്റത്തിലാണ്, ചെറുതെങ്കിലും ഒരു സിസ്റ്റത്തിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അയാൾക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കടന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനും കഴിയും. തേർഡിൽ നിന്ന് ഫോർത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ വളരെ ഈസിയാണ്. കാരണം ഓൾറെഡി അദ്ദേഹത്തിന് സിസ്റ്റമുണ്ട്, അയാൾക്ക് ഇൻകം വരുന്നുണ്ട്. ദെൻ അതിനെ ക്യുമുലേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. അത് ഈസിയാണ്. സോ സ്റ്റേജ് നോക്കുക, അതിനനുസരിച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക, സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, വിജയിക്കുക. ബൈ.